നമ്മുടെ കേരളത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയുന്നവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സമീപനമാണ് കേരള പോലീസിന്റേത്. സർക്കാരിനെതിരെയാണ് സത്യങ്ങൾ വിളിച്ചു പറയുന്നതെങ്കിൽ പിന്നെ നോക്കണ്ട, ഒട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം പൂട്ടിക്കളയും. അതിൽ കേരള പോലീസിനെ കുറ്റം പറയാനും കഴിയില്ല. കാരണം പിണറായി പറയുന്നത് പോലെയല്ലേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പിണറായിയുടെ കളിപ്പാവകളാണ് കേരള പോലീസ് എന്ന് പറയേണ്ടി വരും. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അധിക്ഷേപിക്കുന്ന വീഡിയോ ഉണ്ടെന്ന് കരുതുന്ന ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുത്തു. അതേസമയം അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ പോലീസ് ഭീഷണിപ്പെടുത്തിയതായി ആരോപണങ്ങളും ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന വീഡിയോകൾ നിർത്തണമെന്നാണ് പോലീസ് നിർദ്ദേശം. പോലീസ് നിർദ്ദേശം എന്നല്ല, പിണറായി നിർദ്ദേശം എന്ന് പറയേണ്ടി വരും. പിണറായിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പോലീസ് ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിനെ ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ ഈ ഭീഷണിയിലൊന്നും രാഹുൽ ഈശ്വർ വീഴില്ല. താൻ ഇനിയും രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഇടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനുള്ള പൂർണ്ണ പിന്തുണ നൽകുമെന്നും രാഹുൽ ആവർത്തിച്ചു. ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടി പുരുഷ കമ്മീഷൻ വേണമെന്ന് രാഹുൽ വീണ്ടും ആവശ്യപ്പെട്ടു. സത്യത്തിൽ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ നടപടികൾ കാണുമ്പോൾ പിണറായിയോട് സഹതാപമാണ് തോന്നുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടാതെ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെയും പിണറായി സർക്കാർ ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവന്നാൽ പൊളിയാൻ പോകുന്നത് സർക്കാരിന്റെ കള്ളക്കളികളായിരിക്കുമല്ലോ. അല്ലെങ്കിലേ പിണറായി സർക്കാരിന് ശനിദശയാണ്. അതിന്റെ ഇടയിൽ കൂടെ ഈ കള്ളക്കളിയും കൂടെ പുറത്തു വന്നാൽ പിന്നെ സർക്കാരിന്റെ കാര്യം അധോഗതിയാകും. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ അടപടലം പൂട്ടാൻ ശ്രമിക്കുന്നത്. സർക്കാരിന്റെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മറച്ചുവെക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തെ ബലിയാടാക്കിയിരിക്കുന്നത്. അപ്പോഴാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണയും അതിന്റെ സത്യാവസ്ഥകളുമായി രംഗപ്രവേശം ചെയ്തത്. അപ്പോൾ പിന്നെ സർക്കാർ ഇത്തരം നാറിയ കളികൾ കളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ സത്യം പറയുന്നവരെ ക്രൂശിക്കുന്നതാണ് പിണറായി സർക്കാർ സ്റ്റൈൽ. ഇതിനി അവസാനിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഇടത് സർക്കാരിനെ താഴെ ഇറക്കിയേ തീരൂ. എന്നാൽ മാത്രമേ കേരളത്തിന് ശാപമോക്ഷം ലഭിക്കൂ.